ഒരു മലയോര ജനതയുടെ ദുരിതക്കാഴ്ചകളാണ് ഇനി. ബാങ്കുകളോ ATMകളോ ഇല്ലാത്തതിനാൽ നോട്ട് പ്രതിസന്ധിയിൽ ദുരിതമനുഭവിക്കുകയാണ് കോഴിക്കോട്ടെ കക്കാടംപൊയിലിലെ ഗ്രാമീണ ജനത. നോട്ടുകൾ അസാധുവാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പരിഷ്കാരത്തെ തുടർന്നുണ്ടായ ഇവരുടെ നെട്ടോട്ടം ഇതുവരെ അവസാനിച്ചിട്ടില്ല. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇവിടുത്തുകാർക്ക് അടുത്തുള്ള ബാങ്കിലെത്തണമെങ്കിൽ കിലോമീറ്ററുകൾ താണ്ടണം. കോഴിക്കോട് നിന്ന് 40 കിലോമീറ്ററിലധികം ദൂരമുണ്ട് കക്കാടംപൊയിൽ എന്ന ഉൾഗ്രാമത്തിലേക്ക്. കാർഷിക വൃത്തിയിൽ ഉപജീവനം നടത്തുന്ന കുറച്ച് സാധാരണക്കാരുടെ ഗ്രാമം. റബ്ബർ, തെങ്ങ്, ജാതിക്ക, കുരുമുളക് ഇങ്ങനെ നീളുന്നു ഇവിടുത്തെ കൃഷികൾ. ഇക്കാണുന്ന ക്ഷീരോത്പാദക സഹകരണ സംഘവും ഈ നാടിൻ്റെ നട്ടെല്ലാണ്. കാർഷിക വിളകൾ വിലത്തകർച്ചയിൽപ്പെട്ട് നിൽക്കുമ്പോഴും കൃഷി ഉപേക്ഷിക്കുവാൻ ഇവർ തയ്യാറായിരുന്നില്ല. പരമ്പരാഗതമായി കർഷകരായതുകൊണ്ട് തന്നെ മറിച്ചൊരു ജീവിതം ഇവർക്ക് ചിന്തിക്കാനാകില്ല. എന്നാൽ കഴിഞ്ഞ 3 ആഴ്ചയിലധികമായി ഇവരുടെ ജീവിതം താളം തെറ്റി. 1000, 500 നോട്ടുകൾ അസാധുവാക്കിയത് ഈ നാടിനെ ബാധിച്ചത് ചെറുതായൊന്നുമല്ല. കക്കാടംപൊയിലിൽ ബാങ്കോ ATMോ ഇല്ല. ഇടപാടുകൾക്കായി ഇവർക്ക് ഈ മലയിറങ്ങണം. വാഹന സൗകര്യമില്ല. ഇടയ്ക്കെപ്പോഴെങ്കിലുമുള്ള ബസ്സാണ് ആശ്രയം. ഇവിടെ ബാങ്കില്ല. ആദ്യകാലത്തൊരു കാനറ ബാങ്ക് ഉണ്ടായിരുന്നു. അത് ആ ശാഖ താഴേക്ക് പോയി. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചെറിയ ബ്രാഞ്ച് കാനറ ബാങ്കിൻ്റെ. അപ്പോൾ അതില്ല കക്കാടംപൊയിലിൽ. ഇപ്പോൾ വീട്ടിൽ അരി മേടിക്കണ പോലും ഞങ്ങൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറമ്പിൽ കണ്ട അതും കപ്പയും ചേനയും അതൊക്കെ ഉള്ളതൊന്നും ദാരിദ്ര്യം വീട്ടിലുണ്ടാകില്ല. എന്നിരുന്നാലും പറമ്പിൽ ഒരു പണിയും നടക്കില്ല. 10 കിലോമീറ്റർ അധികം യാത്ര ചെയ്ത് കൂടരഞ്ഞിയിലോ കൂമ്പാറയിലോ എത്തിയാലാണ് ഇവിടെയുള്ളവർക്ക് ബാങ്കിലെത്തുവാൻ കഴിയുക. ബാങ്കിലെത്തിയാൽ പണമില്ലാതെ മടങ്ങേണ്ടി വരുന്നു. പിന്നെയുള്ളത് കിലോമീറ്ററുകൾക്കപ്പുറം നിലമ്പൂരിലോ കോഴിക്കോട് നഗരത്തിലോ പോകുക മാത്രമാണ് മാർഗം. ഇപ്പോൾ ഞങ്ങൾക്ക് 25 കിലോമീറ്റർ പോയിട്ട് തിരുവമ്പാടിയിലാണ് ഇപ്പോൾ എനിക്കൊരു ബാങ്കിൽ ഉള്ള അക്കൗണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിലാണ് എൻ്റെ അക്കൗണ്ട്. ഞാനിപ്പോൾ 5 പ്രാവശ്യം പോയി. ഓരോ പ്രാവശ്യം പണിക്കാർക്ക്, എൻ്റെ ജോലിക്കാർക്ക് കൂലി കൊടുക്കുന്നതിന് ഉള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് പോവുകയാണ്. 2000 രൂപ കിട്ടും. ഇപ്പോഴാണ് 24,000 രൂപ നമുക്ക് മാറാവുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നത്. അതവിടെ ബാങ്കിൽ ചെല്ലുമ്പോഴത്തെ അവസ്ഥ ഒരു 6,000 രൂപ, 8,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ എന്നുള്ള രീതിയിൽ അവർ തരുന്നുണ്ട്. 24,000 എന്നുള്ളത് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബാങ്കിൽ പൈസ ഇല്ല. എനിക്ക് കൂടഞ്ഞിൽ SBIയിലാണ് ഒരു അക്കൗണ്ട് ഉള്ളത്. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പം പൈസ കിട്ടുന്നില്ല. ആദ്യമേ അവർ ടോക്കൺ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കക്കാടംപൊയിലിൽ നിന്ന് താഴെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്കും കൂടഞ്ഞി എത്തുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഒരു 10 മണിയാവും അവിടെ ചെല്ലുമ്പോൾ. അതിന് മുമ്പേ ആദ്യം ചെല്ലുന്ന ഒരു ടോക്കൺ മേടിക്കും. അപ്പോൾ നമ്മളെ പുറകെ ടോക്കണിൻ്റെ ഈ ക്യൂവിൻ്റെ പുറകെ പോയി നിന്ന് നമുക്ക് ടോക്കണും കിട്ടില്ല. ലാസ്റ്റ് പൈസ ഇല്ലാത്ത സ്ഥിതി, നമ്മൾ തിരിച്ചു പോകുന്ന സ്ഥിതിയാണ് വരുന്നത്. തിരുവമ്പാടി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ പോയി എൻ്റെ അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷ് എടുക്കുന്നതിന് വേണ്ടി 2 ദിവസം ഞാൻ മെനക്കെട്ട് ഈ കക്കാടംമലയിൽ ബസ് കയറി താഴെ ചെന്നു. അവർ പറയുന്നത് 10 മണിയാകുമ്പോൾ 50 പേർക്ക് ടോക്കൺ കൊടുക്കും. അത് 6,000 രൂപ ഒരു വ്യക്തിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാങ്കിൽ ക്യാഷ് ഇല്ല. അങ്ങനെ എനിക്ക് 1 മണി വരെ നിന്നിട്ടും പൈസ കിട്ടാതെ ഞാൻ 2 ദിവസം മടങ്ങി പോരേണ്ട അവസ്ഥ എനിക്കുണ്ടായി. കൂടഞ്ഞി പോകണം, ബാങ്കിൽ പോകണത് തന്നെ. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ തന്നെ പൈസ മാറി കിട്ടുകയില്ല. ഒരു 2000-ൻ്റെ ഒരു നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പലർക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട. പലർക്കാരൻ പരിചയമുള്ളത് കൊണ്ട് നിങ്ങൾ പിന്നെ തന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ കാര്യങ്ങൾ ഓടുകയാണ്. കുറഞ്ഞ സ്ഥലങ്ങളിലും 10 ഏക്കറിലധികം സ്ഥലത്തും കൃഷിയുള്ളവരാണ് കക്കാടംപൊയിലിലെ ഒട്ടുമിക്ക പേരും. കൃഷിയിടങ്ങളിൽ രാവന്തിയോളം പണിയെടുക്കുന്ന പണിക്കാർക്ക് കൂലി കൊടുത്തിട്ട് ദിവസങ്ങളായി. വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുന്നു. ഇനിയിപ്പോൾ കുരുമുളക് പഴുത്ത് വരുന്ന സമയമായി. ഇത് പറിച്ചെടുത്ത് കഴിയുമ്പോൾ ഓരോ ദിവസം ജോലിക്കാർക്ക് കൂലി കൊടുക്കണം. ഇത് പറിച്ച് നമ്മൾ കടയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഏത് രീതിയിലാണ് ഇപ്പോൾ പൈസ കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് യാതൊരു രൂപമില്ല. സൊസൈറ്റിയിൽ പാൽ കൊടുത്താൽ അതിനും പൈസ കിട്ടുകയില്ല. ഇപ്പോൾ കറവയൊക്കെയാണ് ഇവിടുത്തെ ഈ പ്രദേശത്തെ മെയിൻ ആദായം. അപ്പോൾ അതും മരടിച്ചിരിക്കുക. ഇനി അഥവാ പലചരക്കടെ മലഞ്ചരക്കടെ കൊണ്ട് എന്തെങ്കിലും സാധനം കൊണ്ടു കൊടുത്താൽ അവരുടെ അടുത്തും പൈസ ഇല്ല. അവർ വേണമെങ്കിൽ ഒരു ചീട്ട് തരും. സ്വന്തം നാട്ടിലൊരു ബാങ്ക് വർഷങ്ങളായുള്ള ആവശ്യമാണ്. നോട്ട് പ്രതിസന്ധി രൂക്ഷമായതോടെയാണ് ഇവരുടെ ഈ ആവശ്യത്തിന് പ്രസക്തിയേറുന്നതും. തൊട്ടടുത്തുള്ള ചെറുപട്ടണമായ കൂടരഞ്ഞിയിലും കൂമ്പാറയിലുമുള്ള ATMകളിൽ നിന്നാണ് ഇവർ നേരത്തെ പണമെടുത്തിരുന്നത്. പണമില്ലാത്തതിനാൽ ATMകൾക്കും ഷട്ടർ വീണു. കാർഷിക ലോണുകൾ കാര്യങ്ങൾ ഒത്തിരി ഉള്ളവരാണ്. പല അതിനുശേഷം നീക്കിയിരിപ്പ് പൈസകളൊന്നും ഞങ്ങൾക്ക് ബാക്കിയില്ല.
ആ സമയത്ത് ഞങ്ങൾക്ക് പല ബാങ്കിൽ നിന്ന് ലോണുകൾ എടുത്തിട്ടാണ് ഞങ്ങളുടെ ഈ കൃഷിയും കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്. അതിനകത്താണ് ഞങ്ങൾക്ക് മറ്റേ സഹകരണ ബാങ്ക്. ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് കാർഷിക മേഖലയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് സഹകരണ ബാങ്ക്. ഒത്തിരി ഡോക്യുമെൻ്റൊന്നും ഇല്ലാതെ ഞങ്ങൾക്ക് ഇപ്പോൾ 3 പേരുടെ ജാമ്യത്തിൽ ഒരു 75,000 രൂപ വരെ നമുക്ക് ലോൺ കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. ഈ പൈസ ഇപ്പം നമുക്ക് അടയ്ക്കേണ്ട സമയമായി, പക്ഷേ ഞങ്ങൾക്ക് അടയ്ക്കാൻ മാർഗ്ഗമില്ല. കക്കാടംപൊയിലിലെ മാത്രം ദുരിതമല്ല ഇത്. നോട്ട് പ്രതിസന്ധി ഉണ്ടായതോടെ മിക്ക മലയോര മേഖലകളും സമാന ദുരിതം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നോട്ട് പ്രതിസന്ധി തീരാൻ മാസങ്ങളെടുക്കുമെന്ന് പറയുമ്പോഴും ഇവരുടെ പ്രശ്നങ്ങൾക്ക് എന്ന് അറുതിയാവുമെന്ന് ഒരു ഉറപ്പുമില്ല.